സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു അടിമ, നബിക്ക് സേവനം ചെയ്ത് നബിയെ സ്നേഹിച്ച് നബിയുടെ സ്വന്തം സഹചാരിയായി എപ്പോഴും നബിയോടൊപ്പം കഴിയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, കുന്തു വാഖിഫൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിൽക്കുമ്പോൾ ഇത് ജാഅ ഹിബുർ, ഒരു ജൂത പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നു. എന്നിട്ട് അസ്സലാമു അലൈക്കും യാ മുഹമ്മദ്, മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് സലാം പറഞ്ഞു. സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിത് കേട്ടതോടുകൂടി ആ ജൂത പണ്ഡിതനെ പിടിച്ച് പുറകോട്ട് തള്ളി. അയാൾ വീഴാനെടുത്തു, ശക്തമായി ഞാൻ തള്ളി. അപ്പൊ അയാൾ ചോദിച്ചു, എന്തിനാ നീ എന്നെ പിടിച്ച് തള്ളിയത്? അപ്പൊ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് റസൂലുള്ളാഹി എന്ന് വിളിച്ചുകൂടെ, നീ എന്തിനാ മുഹമ്മദ് പേര് വിളിക്കുന്നത്? പേര് വിളിക്കുന്നതിനാ റസൂലുള്ളാഹി എന്ന് വിളിച്ചുകൂടരുത്. അപ്പൊ ജൂത പണ്ഡിതൻ പറഞ്ഞു, മുഹമ്മദിന് ഉമ്മയും ബാപ്പയുടെ പേര്, അവന്റെ മാതാപിതാക്കളുടെ പേര്, അവരുടെ കുടുംബം ഇട്ട പേരെന്താണ്, അത് ഞാൻ വിളിക്കൂ, റസൂലുള്ളാഹി എന്ന് വിളിക്കൂല. അപ്പൊ വിശ്വാസങ്ങൾ പറഞ്ഞു, എൻ്റെ ബന്ധുക്കൾ എനിക്കിട്ട പേര് മുഹമ്മദ് എന്നാണല്ലോ, അത് വിളിച്ചാൽ മതി, കുഴപ്പമില്ല. ജൂത പണ്ഡിതന്റെ കൂടെയാണ് വിശ്വാസം കൂടിയത്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ വന്നത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് നിന്നോട്. പിന്നെ വിശ്വാസം അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിനക്ക് അതിന്റെ മറുപടി പറഞ്ഞു തന്നാൽ നിനക്കെന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? അപ്പൊ അയാളിങ്ങനെ ചെവി പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ചെവി കൊണ്ട് കേൾക്കും, അത്രമാത്രം. നീ ആൻസർ പറഞ്ഞാലും ഞാൻ ഈ ചെവി കൊണ്ട് കേൾക്കുമല്ലാതെ വിശ്വസിക്കൂല എന്നാണ് പറയുന്നത്, നിന്നിൽ വിശ്വസിക്കില്ല. പിന്നെ വിശ്വാസങ്ങളെ ചോദിച്ചു, എന്താ ചോദിച്ചോളാം. വേറെ ചോദിച്ചു, അതിനെ ഈ ഭൂമികളെയും ആകാശങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമല്ലോ, അന്ത്യനാൾ. അന്ന് ജനങ്ങളൊക്കെ എവിടെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ വിശ്വാസം പറഞ്ഞു, സിറാത്ത് പാലത്തിനടുത്തുള്ള ഒരു ഇരുട്ടുള്ള പ്രദേശത്തായിരിക്കും ജനങ്ങൾ ഉണ്ടാകുക. അപ്പൊ അയാൾ ചോദിച്ചു, ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് ആരാണ്? വിശ്വാസം പറഞ്ഞു, ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽപ്പെട്ട പാവപ്പെട്ട സഹാബാക്കളാണ് ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത്. മൂന്നാമതായിട്ട് ചോദിച്ചു, സ്വർഗത്തിൽ ഇവർ കിടന്നാൽ ആദ്യമായിട്ട് എന്തായിരിക്കും കൊടുക്കുന്ന ഭക്ഷണം? ആദ്യത്തെ ഭക്ഷണം എന്താന്ന് ചോദിച്ചു. പറഞ്ഞു, സിയാദത്ത് കബദിന്നു, മത്സ്യത്തിന്റെ കരളായിരിക്കും ആദ്യം സ്വർഗത്തിൽ ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പോഴും ചോദിച്ചു, ഫമാ ഖിദാഉ, ഉച്ചഭക്ഷണം എന്തായിരിക്കും? അപ്പൊ പറഞ്ഞു, യുൻഹറു ലഹു സൗർ, സ്വർഗത്തിലൂടെ മേഞ്ഞു നടക്കുന്ന കാളയെ അറുത്ത് അതിന്റെ മാംസമായിരിക്കും ഒരു കൊച്ചിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക. വിശ്വാസം പറഞ്ഞു. അങ്ങനെ അയാൾ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, സദഖത, നീ പറഞ്ഞാൽ ശരിയാണ്. ഇയാളൊരു പണ്ഡിതനാണ്, ജൂതനാണ്, തൗറാത്തിൽ നിന്ന് വിവരങ്ങൾ പഠിച്ചിട്ട് നബിയെ പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ തൗറാത്തിൽ പറഞ്ഞത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറയുന്നത്, സദഖത, നീ പറഞ്ഞൊക്കെ കൃത്യമാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു നബിക്കല്ലാതെ കഴിയില്ല. ബിമ യശ്ബഹുൽ വലതു. അപ്പോൾ വിശ്വാസം പറഞ്ഞു, ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞു തന്നാൽ നിനക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെവി പിടിച്ചിട്ട് പറഞ്ഞു, ഈ ചെവി കൊണ്ട് കേൾക്കും, അത്രേ ഉള്ളൂ. ആൻസർ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വിശ്വാസം ചോദിച്ചോളാം പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ബിമ യശ്ബഹുൽ വലതു, ഈ കുട്ടികൾക്ക് മാതാവിനോടോ പിതാവിനോടോ ഒക്കെ സാദൃശ്യത ഉണ്ടാവും. നമ്മൾ പറഞ്ഞു, ചില കുട്ടികൾ ഉമ്മാനെ പോലെ ഇരിക്കും, ചില കുട്ടി വാപ്പാനെ പോലെ ഇരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു. പിന്നെ വിശ്വാസം അതിനും ആൻസർ പറഞ്ഞു, അത് ദാമ്പത്യ ബന്ധത്തിന്റെ സമയത്തുണ്ടാകുന്ന ഇന്ദ്രിയ സ്ഖലനത്തിന്റെ പ്രത്യേകതയാണ് എന്നാണ് അത് വിശദമായി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, സദഖത, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, ഇന്നൊക്കെ നബി, ഈ നബി തന്നെയാണ് എന്ന് ആ ജൂത പണ്ഡിതൻ അവസാനമായി നബിയാണെന്ന് അംഗീകരിക്കുകയാണ്. കാരണം ഇത്രയും കൃത്യമായതിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ ഒരു നബിക്കല്ലാതെ കഴിയില്ല, പ്രത്യേകിച്ച് അവസാനം ചോദിച്ച ചോദ്യത്തിന്. അപ്പൊ തൗറാത്തിൽ അദ്ദേഹം പഠിച്ചു വെച്ച കാര്യങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ആൻസറുകൾ കൃത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം അവസാനമായി ഇന്നക നബി, നബി തന്നെയാണ് എന്ന് ആ ജൂത പണ്ഡിതൻ അംഗീകരിക്കുന്നത്. ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, ജൂതന്മാരുടെ മാത്സര്യ ബുദ്ധിയും നബിയോടുള്ള അവരുടെ ശത്രുതയാണ്. നബിയുടെ പേര് വിളിച്ച് റസൂലുള്ളാഹി എന്ന് വിളിക്കാൻ തയ്യാറായിട്ടില്ല, പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് തയ്യാറായില്ല. രണ്ടാമത്തെ കാര്യം, ഈ
ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹം വിശ്വസിച്ചോ ഇല്ലയോ എന്ന് പിന്നെ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നീ നബിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ വിശ്വാസങ്ങളിൽ നിന്നും ഉണ്ടായ ചെറിയ അനുഭവങ്ങളിലൂടെ ഇത്ര ശത്രുവായ ഒരു ജൂത പണ്ഡിതന് പോലും പ്രവാചകനാണെന്ന് തിരിച്ചറിയാനും സത്യം മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്നാൽ ഇന്നത്തെ ശത്രുക്കൾ, പ്രവാചകന്റെ വിരോധികൾ, പ്രവാചകന്റെ ജീവിതം തുറന്ന പുസ്തകം പോലെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പോലും പ്രവാചകന്റെ ശത്രുക്കളായ, പ്രവാചകന്റെ വിരോധികളായി കഴിയുന്നെങ്കിൽ അള്ളാഹു അവർക്ക് ഈമാൻ വിധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈമാൻ, നമ്മുടെ ഹിദായത്ത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഈമാനോടെ മരിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക.